ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിയും ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ എന്നെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചട്ടിയും ഇനി പുതിയ ഭാവത്തിലൊക്കെ വരാൻ പോവുകയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുതൽ നല്ല ശുഭമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതെന്താണെന്നല്ലേ, ഒന്നുമില്ല, നമുക്ക് എപ്പോഴും ഒരു ടിപ്സ് പറഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഒത്തിരി മടിയന്മാരുണ്ടാവും. ഈ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും പിന്നെയും ഉറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ, അതായത് ബെഡ് കാണുമ്പോൾ വീണ്ടും ഉറങ്ങാൻ തോന്നുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. എത്ര ട്രൈ ചെയ്തിട്ട് നമുക്ക് ആ ശീലം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ കുറച്ച് നാണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഐഡിയ എന്നല്ലേ, ഇപ്പം രാവിലെ എപ്പോഴാണോ നമ്മളുടെ കണ്ണ് തുറക്കുന്നത് ആ സമയം തന്നെ എഴുന്നേറ്റ് നമ്മൾ 2 കൈയും ഫുള്ളായിട്ട് പൊക്കണം കേട്ടോ. 2 കൈയും ഫുള്ളായിട്ട് പൊക്കിയിട്ട് ഒന്ന് ഉറക്കി അലറുക. അപ്പോൾ തന്നെ നമ്മളുടെ ഉറക്കമൊക്കെ പമ്പ കിടന്നോളും. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ചമ്മൽ മാറ്റുക. അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇത് സക്സസ് ആയതാണ്. അതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തമാശയാക്കി എടുക്കണ്ട, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സ്പീരിയൻസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മയുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജൂൺ 16-നാണ് നമ്മുടെ ഫാദേഴ്സ് ഡേ. എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം സന്തോഷങ്ങളും എല്ലാം ത്യജിച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൊച്ചു സമ്മാനം ഒരുക്കാം. അങ്ങനെ ഞാൻ ഒരുക്കിയ സമ്മാനമാണ് ഇത്. നമുക്കറിയാലോ അല്ലേ, നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തതാണ് നമ്മളുടെ പാരൻസ്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മുടെ അച്ഛന് ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഫാദേഴ്സ് ഡേ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റും കാണാം. ഇതിൽ പെയിൻ്റൊക്കെ ഞാൻ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് അറിയാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയായി ഇതിൽ. അപ്പോൾ 2-3 ക്രാഫ്റ്റുകൾ മിക്സ് ആക്കിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല കാറ്റാണ്, അപ്പോൾ ശബ്ദത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് എടുക്കാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. എന്നിട്ട് ഇതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരിക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയണേ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടിപ്സ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.